അനാമികയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അച്ഛനും അമ്മയ്ക്ക് അടി കിട്ടിയെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ അയ്യോ എന്താ പറ്റിയെന്ന് നോക്കുമ്പോൾ അത് അറിയില്ല വല്യമ്മേ, ആരാണ് ഇത് ചെയ്തതെന്നറിയില്ല. എനിക്ക് സംശയം ഇവരുടെ അനിയത്തി നന്ദുവിന് തന്നെയാണ്, അവളായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയുകയാണ് കേട്ടോ. എന്തായാലും ഞാൻ അങ്ങോട്ട് പോകാറിട്ട് അനാമിക പോവാം. അപ്പോൾ നമ്മുടെ ദേവയാനി ചോദിക്കുകയാണ് നയനോട്, അവൾ പറഞ്ഞത് ശരിയാണോ, നന്ദു ആണോ ചെയ്തു പറഞ്ഞപ്പോൾ നന്ദുവിനെ ജയിലിൽ കയറ്റാൻ കാരണം, പോലീസ് സ്റ്റേഷനിൽ കയറ്റാൻ കാരണം ഈ അനാമികയുടെ അച്ഛനൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം എന്നിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ദേവയാനി ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ നയനയുടെ മുഖത്തേക്ക് കേട്ടോ. അത് കഴിഞ്ഞ് അനാമിക വീട്ടിൽ ചെല്ലുക. അപ്പോൾ അനാമിക വീട്ടിൽ ചെല്ലുമ്പോൾ അനാമിക ഇങ്ങനെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എങ്ങനെയാണെങ്കിൽ അവളെ എന്നെയും തല്ലൂലോ എന്നറിയും. ഇപ്പോൾ സംശയിക്കേണ്ട, നിനക്ക് കിട്ടും അടി, അതുകൊണ്ട് നീ സൂക്ഷിച്ചും കണ്ടും നടന്നോ എന്നൊക്കെ പറയാം. ഇടിച്ചാലും പറയും എന്താണെന്നറിയോ, മേല് ചതച്ച് കളഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് വീണു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് മറ്റേ ജാനകിയാണ്. ജാനകി ആകെ ടെൻഷനിലാണ്. കാരണം മരുമകളുടെ അച്ഛനും അമ്മയ്ക്കാണ് അടി കിട്ടിയത്, അതിൻ്റെ ഉത്തരവാദി നന്ദു എന്നും പറഞ്ഞിട്ടായിരിക്കുന്നത്. അപ്പോൾ ദേവയാനി പറയുക, വെറുതെ നമ്മൾ ആളെ അറിയാതെ പറയരുത് ജാനകി, പിന്നെ നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാൾ അല്ലെങ്കിലോ വെറുതെ എന്തിനാണ് നമ്മളങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്, അത് പിന്നെ നന്ദു ഒന്നും ആവില്ല. പിന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം ജാനകി, ഒരിക്കലും അനാമിക മോൾ ഇവിടുന്ന് പോവില്ല, അവൾ ഇവിടെ തന്നെ ഉണ്ടാവും, അത് എൻ്റെ വാക്കാണ് എന്നൊക്കെ അവന് ദേവയാനി ഉറപ്പ് കൊടുക്കുകയാണ്. എന്ത് കണ്ടിട്ടാണോ അവ അറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് നമ്മുടെ നയന ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. കാരണം നയനയ്ക്കൊരു ഡൗട്ടുണ്ട്, നന്ദു തന്നെയാണോ ചെയ്തതെന്നുള്ളൊരു സംശയം നയനയ്ക്കുണ്ട്, ഇല്ലാതില്ല. പിന്നെ നമ്മുടെ ദേവയാനി ഹോസ്പിറ്റലിൽ പോയിട്ട് ഹോസ്പിറ്റലിലാണെന്ന് തോന്നുന്നു, ഡോക്ടറോട് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്കറിയാം ആരാണ് എനിക്ക് കരൾ തന്നത്, എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ അത് എൻ്റെ വീട്ടുകാർക്കും എനിക്ക് ഇതിനെ സഹായിച്ച എൻ്റെ മരുമകളുണ്ടല്ലോ അവരൊക്കെ കൊണ്ടുവന്ന് പൊട്ടം കളിപ്പിക്കണം വെച്ചിട്ട് തന്നെയാണ് ഞാനും എന്നിങ്ങനെ പറയാൻ കേട്ടോ. പിന്നെ നമ്മുടെ എന്താ പറയുക, നന്ദു പറയുന്നുണ്ട്, എത്ര കാലം ജീവിക്കുന്നു, നമ്മൾ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല, ജീവിക്കുകയാണെങ്കിൽ തല ഉയർത്തി പിടിച്ചിട്ട് തന്നെ ജീവിക്കണം, അതാണ് എൻ്റെ പോളിസി എന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നാളത്തെ ഇത് നല്ലതായിരിക്കും, നല്ല